നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ടോ ഓരോ അന്വേഷണത്തിലും എന്നാണ് കണ്ണൂർ സ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രഹ്മയുഗത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിൽ തന്നെ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം, അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്നാണ് കലാകാരന്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് വിചാരിച്ച കാര്യങ്ങളല്ല, അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് എങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെസ്സേജർ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇന്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പൊ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പൊ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്നത്. അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദ ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മള് മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറയുമ്പോൾ അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. നമ്മള് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മള് സിനിമയിലെ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുണായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നത്. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള. അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. കോമഡി ഫിലിംസ് കാണും, റൊമാൻറ്റിക് ഫിലിംസ് കാണും, പല ജോണറുള്ള ഫിലിംസും കാണും. പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കത്തില്ല. ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പൊ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എന്റെ തോട്ട് പ്രോസസ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്.